മുഹാജിറാത്തിൽ ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറത്തുകളാകുന്ന ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിം വനിതകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ, അല്ലാഹു കരുണ ചൊരിയട്ടെ. ദുആ ചെയ്യുകയാണ്. ഐഷ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ആർക്ക് വേണ്ടിയാണ്? പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഹിജ്റ പോയതാകുന്ന മദീനയിലേക്ക് എത്തിയതാകുന്ന മക്കക്കാരാകുന്ന സ്ത്രീകൾ, മുഹാജിറത്തുകളാകുന്ന സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. എന്തേ കാരണം? ലമ്മ അൻസലല്ലാഹു തആല വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. പരിശുദ്ധമായ ഖുർആനിലെ വചനം ഇതാ ഇറങ്ങുകയാണ്. സ്ത്രീകൾ അവരുടെ മുഖം മറച്ചതാകുന്ന തുണി കൊണ്ട് അവരുടെ മാറിടം കൂടി മറക്കണേ. അവരുടെ ആകാര സൗഷ്ഠവങ്ങൾ പുറത്ത് കാണിക്കല്ലേ. ഇന്ന് പർദ്ദ പോലും മോഡേൺ വൽക്കരിച്ചിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നിലകൊള്ളുന്നതെന്ന് ഓർക്കണം. ഇടുങ്ങിയതാകുന്ന ടൈറ്റായ പർദ്ദ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ പുറത്ത് കാണിത്തേക്ക് നിലയ്ക്കുള്ള വസ്ത്രവിധാനം ധരിക്കുന്നതായ അംബ്രല്ലയുടെ പർദ്ദ ധരിക്കുന്ന സഹോദരിമാരില്ലയോ? ശരീരത്തിന്റെ ഉടയാടകൾ പുറത്ത് കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചുരിദാർ ധരിക്കുന്നവരില്ലയോ? വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരില്ലയോ? ഖുർആനിന്റെ കൽപ്പന ഇറങ്ങുകയാണ്. വല്ലദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. സ്ത്രീകൾ അവരുടെ മുഖം മറച്ച തുണി കൊണ്ട് അവരുടെ മാറിടം കൂടി മറക്കണേ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, വസ്ത്രമില്ലാത്ത ഉമ്മമാർ ഓടുകയാണ്. മക്കക്കാരാകുന്ന മദീനയിലേക്ക് വന്ന മുഹാജിറത്തുകളാകുന്ന സ്ത്രീകൾ അവർ ഓടിക്കേറുകയാണ് വീട്ടിലുള്ളിലേക്ക്. ശഖഖിന മുറൂതഹുന്ന. ആ ഖുർആനിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ അവർ പുതച്ചിരുന്ന കരിമ്പുടം കീറുകയാണ്. ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ശഖഖിന മുറൂതഹുന്ന ഫഖതമർന ബിഹി. കരിമ്പുടത്തിന്റെ പുതപ്പ് വലിച്ചു കീറിയിട്ട് അതുകൊണ്ട് മാറിടം മറക്കുകയാണ്. ഇന്ന് സ്കൂളിലേക്ക്, ഇന്ന് ക്യാമ്പസിനുള്ളിലേക്ക് പഠിക്കാൻ പോകുന്ന മകളുടെ തലയിൽ തട്ടമിട്ട് കൊടുത്ത പ്രിയപ്പെട്ട മാതാവും പിതാവും അന്യനുമായിട്ടുള്ള ബന്ധം വെക്കരുത് എന്നുള്ള ശാസനകൾ മകൾക്ക് കൊടുത്തിട്ട് പോലും വീട്ടിൽ നിന്ന് 300 അടി നീങ്ങിയില്ല. കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിനുള്ളിലേക്ക് തലയിലിട്ടിരിക്കുന്ന മഫ്ത എടുത്തു വെച്ചുകൊണ്ട് മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന പെങ്ങളെ, അതിനുവേണ്ടി തെരുവോരങ്ങളിലൂടെ പോകുന്ന പെങ്ങളെ, പാലക്കാടായിരുന്നാലും മണ്ണാർക്കാടായിരുന്നാലും ഏത് സ്ഥലത്തേക്ക് നീ യാത്ര ചെയ്തിരുന്നാലും